4, 3, 2, 1. Welcome. വളർച്ചയുടെ ബഹുഘാതം പിന്നിട്ട് വർണ്ണോജ്വല പ്രകാശം പരത്തുന്ന ഇരവുചിറ സെന്റ് ജോർജ് യു പി സ്കൂളിന്റെ 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ്. വിശുദ്ധ ഗീവർഗീസിന്റെ കൃപാകടാക്ഷത്താൽ ദൈവിക ചൈതന്യം തുളുമ്പുന്ന ഈ വിദ്യാലയ തിരുമുറ്റത്ത് 314 വിദ്യാർത്ഥികളും 16 അധ്യാപകരും 6 അനധ്യാപകരും ഹെഡ് മിസ്ട്രസ് റവറൻഡ് സിസ്റ്റർ കരുണ FCCയോടൊപ്പം അധ്യയന മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. ഈ വിദ്യാലയത്തിൽ 9 മാസക്കാലം ഹെഡ് ടീച്ചർ തസ്തികയിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷം കോട്ടയം കൈറ്റ് ഓഫീസിലേക്ക് മാസ്റ്റർ ട്രെയിനറായി പ്രമോഷൻ ലഭിച്ച ശ്രീ സാജൻ സാമുവലിനെ നന്ദിയോടെ ഓർക്കുന്നു. കഴിഞ്ഞ വർഷത്തെ 2 റിട്ടയർമെന്റ് വേക്കൻസികളിൽ മിസസ് സൗമ്യ മോൾ തോമസ്, മിസ് നിഖില മാത്യു എന്നിവർ ജോയിൻ ചെയ്തു. ഈ വർഷമുണ്ടായ താൽക്കാലിക വേക്കൻസിയിൽ മിസസ് ജോമോൾ വർഗീസ് സേവനമനുഷ്ഠിച്ചു വരുന്നു. രക്ഷകർതൃ സംഘടന. പ്രവർത്തനനിരതമായ ഒരു PTA ഈ വിദ്യാലയത്തിന് മുതൽക്കൂട്ടാണ്. PTA പ്രസിഡന്റ് സി സന്ദീപ് കുമാർ, MPTA പ്രസിഡന്റ് ശ്രീമതി സജിനി മോനിച്ചൻ എന്നിവരുടെ സഹകരണത്തോടെ 11 അംഗ എക്സിക്യൂട്ടീവ് PTA പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ സമ്മേളിച്ച് സ്കൂൾ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. സ്കൂളിൽ നടത്തിവരുന്ന വിവിധ ആഘോഷങ്ങളിലും സബ് ജില്ലാ ശാസ്ത്ര കലാകായിക മത്സരങ്ങളിലും വേണ്ട പ്രോത്സാഹനവും സഹായവും നൽകി അധ്യാപകർക്കൊപ്പം നിലകൊള്ളുന്ന PTAയുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. സ്കൂൾ അസംബ്ലി. വ്യക്തിത്വ വികസനത്തിന്റെയും നേതൃപാടവത്തിന്റെയും ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് സ്കൂൾ അസംബ്ലി ക്ലാസ് അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ എല്ലാ ബുധനാഴ്ചകളിലും നടത്തപ്പെടുന്നു. അധ്യയനം. വർണ്ണാഭമായ പ്രവേശനോത്സവ പരിപാടികളോടെ ജൂൺ 1 പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. തോരണങ്ങളും ബലൂണുകളും കൊണ്ട് അലങ്കൃതമായ സ്കൂൾ അങ്കണത്തിൽ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ കരുണയും സീനിയർ അധ്യാപിക സിസ്റ്റർ റിറ്റി മരിയയും കുട്ടികളെ തൊപ്പിയും അക്ഷരക്കൊടിയും നൽകി സ്വീകരിച്ചു. തുടർന്ന് PTA പ്രസിഡന്റ് ശ്രീ PC ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം തോട്ടയ്ക്കാട് സെന്റ് ജോർജ് പള്ളി വികാരി റവറൻഡ് ഫാദർ തോമസ് ചോളപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ശ്രീ കുര്യച്ചൻ കുട്ടികൾക്ക് ആശംസകൾ നേർന്നു. ആദ്യാക്ഷരം കുറിക്കാൻ അക്ഷരമുറ്റത്തെത്തിയ നവാഗതർക്ക് മിഠായിയും പഠനോപകരണങ്ങളും നൽകി അധ്യാപകർ ക്ലാസുകളിലേക്ക് സ്വീകരിച്ചു. ആദ്യ ദിനം തന്നെ സ്റ്റാഫ് മീറ്റിംഗ് കൂടി പാഠ്യേതര പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള വിവിധ ചുമതലകൾ അധ്യാപകർക്ക് നൽകി. സ്റ്റാഫ് സെക്രട്ടറിയായി ശ്രീമതി സൗമ്യ മോൾ തോമസ്, SRG കൺവീനറായി സിസ്റ്റർ ബിന്നി ദേവസ്യ, PTA സെക്രട്ടറിമാരായി ശ്രീമതി മോളമ്മ TA, സിസ്റ്റർ ടെൻസി എന്നിവരെ തെരഞ്ഞെടുത്തു. കമ്പ്യൂട്ടർ, ഹിന്ദി, സ്പോക്കൺ ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലും LSS USS പരീക്ഷകളിലും ബാൻസെറ്റ്, ഡാൻസ്, കബാൻ ബുൾബുൾ തുടങ്ങിയവയിലും കുട്ടികൾക്കായി പ്രത്യേക പരിശീലനം നൽകി വരുന്നു. മെച്ചപ്പെട്ട പരിശീലനം നൽകുന്നതിനായി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കമ്പ്യൂട്ടർ ലാബ്, സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഇവ പ്രവർത്തിക്കുന്നു. കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം ജാൻസി ടീച്ചറുടെ നേതൃത്വത്തിൽ നൽകി വരുന്നു. കുട്ടികളുടെ ആധ്യാത്മിക ഉന്നമനം ലക്ഷ്യമാക്കി ആഴ്ചയിൽ 2 ദിവസം വേദപാഠം, സന്മാർഗ പാഠം ഇവ നടത്തി വരുന്നു. കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്തുന്നതിനായി മന്ത്ലി ടെസ്റ്റ്, മിഡ് ടൈം എക്സാം, ടേം എക്സാം ഇവ നടത്തി വരുന്നു. ക്ലാസ് PTA, ഗൂഗിൾ മീറ്റ് എന്നീ മാർഗങ്ങളിലൂടെ രക്ഷിതാക്കളെ പഠന നിലവാരം ബോധ്യപ്പെടുത്തുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങൾ. കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന സർഗവാസനകളെ ഊതിമിനുക്കി വൈഡൂര്യങ്ങളാക്കുവാൻ നിരവധി അവസരങ്ങൾ സ്കൂൾ ഒരുക്കുന്നു. സ്കൂൾ ലീഡേഴ്സായി കുമാരി അതുല്യ ഷിജുവും മാസ്റ്റർ ഏവൽ ബിബിനും സ്കൂൾ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ അസംബ്ലികൾ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള നല്ല വേദികളായി മാറുന്നു. കൂടാതെ സ്കൂൾ കലോത്സവം, കായിക മത്സരങ്ങൾ എന്നിവയും ദിനാചരണങ്ങളുടെ ഭാഗമായി നടത്തുന്ന വിവിധ മത്സരങ്ങളും കുട്ടികൾക്ക് കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കുന്നു. സിസ്റ്റർ റിറ്റി മരിയയുടെയും സിസ്റ്റർ ടെൻസിയുടെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കബാൻ ബുൾബുൾ, സിസ്റ്റർ ടെൻസി, സിസ്റ്റർ ഷാരോൺ, സിസ്റ്റർ മെർലിൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന DCL, KCSL, റെഡ് ക്രോസ് എന്നീ സംഘടനകൾ കുട്ടികളിൽ മൂല്യബോധവും സംഘടനാശേഷിയും വളർത്തുന്നു. സിസ്റ്റർ സ്മിതയുടെ നേതൃത്വത്തിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഒരു യൂണിറ്റ് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുകയും മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നു. ഹെൽത്ത് ക്ലബ്, നേച്ചർ ക്ലബ്, സയൻസ് ക്ലബ്, സോഷ്യൽ ക്ലബ്, മാത്സ് ക്ലബ് എന്നിവ കുട്ടികളിൽ നേതൃപാഠവം, വ്യക്തിത്വ വികസനം, സാമൂഹിക പ്രതിബദ്ധത എന്നിവ വളർത്തുന്നു. 2000-ൽ പരം പുസ്തകങ്ങളുമായി ഒരു ലൈബ്രറിയും എല്ലാ ക്ലാസുകളിലും വായനാമൂലകളും പ്രവർത്തിച്ചു വരുന്നു. അക്കാദമിക പ്രവർത്തനങ്ങളുടെ മാറ്റുരച്ചുകൊണ്ട് സ്കൂൾ തലത്തിൽ നടന്ന പഠനോത്സവം, സയൻസ് ഫെസ്റ്റ്, മാത്സ് ഫെസ്റ്റ് എന്നിവ ശ്രദ്ധേയമായി. കുട്ടികൾക്ക് മികച്ച കായിക പരിശീലനം അധ്യാപകനായ ശ്രീ ജോമോൻ മാത്യുവിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു. ദിനാചരണങ്ങൾ. പരിസ്ഥിതി ദിനം, വായനാ ദിനം, ലഹരി വിരുദ്ധ ദിനം, ചാന്ദ്രദിനം, ഹിരോഷിമ നാഗസാക്കി ദിനം, സ്വാതന്ത്ര്യ ദിനം, അധ്യാപക ദിനം, ഹിന്ദി ദിനം, പൊതുശുചിത്വ ദിനം, വള്ളത്തോൾ ദിനം, കേരളപ്പിറവി, ദേശീയ വിദ്യാഭ്യാസ ദിനം, ശിശുദിനം,
ഡോക്ടർ അംബേദ്കർ ദിനം, റിപ്പബ്ലിക് ദിനം, രക്തസാക്ഷി ദിനം എന്നീ ദിനാചരണങ്ങളോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങൾ നടത്തുകയും കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. കുട്ടികളിലെ സാഹിത്യവാസനകളെ പരിപോഷിപ്പിക്കുന്നതിന് ബഡ്ഡിംഗ് റൈറ്റേഴ്സ് എന്ന പദ്ധതിക്ക് തുടക്കമിട്ടു. കൂടാതെ ഇരവുചിറ ഫ്രണ്ട്സ് ക്ലബ് ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെയും അധ്യാപകനും ലൈബ്രറി സെക്രട്ടറിയുമായ ശ്രീ ജോമോൻ മാത്യുവിന്റെയും നേതൃത്വത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ കുട്ടികൾക്ക് ലൈബ്രറി പുസ്തകം നൽകുകയും വർഷത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ച് മികച്ച വായനാക്കുറിപ്പ് തയ്യാറാക്കുന്ന 2 കുട്ടികൾക്ക് ക്യാഷ് പ്രൈസ് നൽകുകയും ചെയ്യുന്നു. കുട്ടികളിൽ ദാനശീലം വളർത്തുന്നതിന് വോൾ ഓഫ് ലവ് എന്ന പദ്ധതിയും പ്രവർത്തിച്ചു വരുന്നു. ഇതര പ്രവർത്തനങ്ങൾ: കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വികസനത്തിനുമായി ജീസസ് യൂത്ത് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ റവറന്റ് ഫാദർ ജോഷി, സിസ്റ്റർ റെജിൻ മേരി എന്നിവരുടെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസും ഏകദിന ധ്യാനവും കുട്ടികൾക്കായി സംഘടിപ്പിച്ചു. സിസ്റ്റർ ഷാരോണിന്റെ നേതൃത്വത്തിൽ കൗൺസിലറായ സിസ്റ്റർ ആൽഫി റോസ് എല്ലാ കുട്ടികൾക്കും കൗൺസിലിംഗ് നൽകി വരുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ കുട്ടികൾ പങ്കെടുക്കുന്നു. ആഴ്ചതോറും പാൽ, മുട്ട, പച്ചക്കറികൾ ഇവ ഉൾപ്പെടുത്തി പോഷകസമൃദ്ധമായ ഉച്ചഭക്ഷണം കുട്ടികൾക്ക് നൽകി വരുന്നു. നൂൺ മീൽ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്ന സിസ്റ്റർ ജിയോ ട്രീസയെ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ യാത്രാ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് 2 സ്കൂൾ ബസ്സുകൾ സിസ്റ്റർ ജെസി ആൻഡോയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു. സിസ്റ്റർ ജെസി ആൻഡോയെയും ബസ് ജീവനക്കാരെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. മികവിന്റെ മാറ്റുരച്ച നിമിഷങ്ങൾ: ചങ്ങനാശ്ശേരി SH ഹൈസ്കൂളിൽ നടത്തപ്പെട്ട സബ് ജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളകളിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അഭിമാനാർഹമായ നേട്ടങ്ങൾ കൈവരിച്ചു. തൃക്കൊടിത്താനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തപ്പെട്ട കലോത്സവത്തിലും നമ്മുടെ വിദ്യാർത്ഥികൾ മികച്ച വിജയം നേടി. റവന്യൂ തലത്തിൽ നടത്തപ്പെട്ട സംസ്കൃതോത്സവത്തിൽ ദേശഭക്തിഗാന മത്സരത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കി നമ്മുടെ വിദ്യാർത്ഥികൾ മികവ് തെളിയിച്ചു. ആയർക്കാട്ടുവയൽ പൈനിയർ UP സ്കൂളിൽ നടന്ന ശാസ്ത്രരംഗം ശില്പശാലയിലും KPSTA ചങ്ങനാശ്ശേരി ഉപജില്ലാ തലത്തിൽ നടത്തിയ മെഗാ ക്വിസ് മത്സരത്തിലും DCL പ്രൊവിൻസ് ടാലന്റ് മത്സരത്തിലും നമ്മുടെ കുട്ടികൾ സമ്മാനാർഹരായി. സബ് ജില്ലാ തലത്തിൽ നടത്തിയ സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയിൽ നമ്മുടെ സ്കൂളിലെ 16 കുട്ടികൾ സ്കോളർഷിപ്പിന് അർഹരായി. കുട്ടികൾക്കും അവരെ പരിശീലിപ്പിച്ച സിസ്റ്റർ ജോയലിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ. കുട്ടികളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനായി MLSP സ്റ്റാഫ് നഴ്സ് ശ്രീമതി സൂര്യയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് സ്ക്രീനിംഗ് നടത്തിവരുന്നു. കുട്ടികൾക്കായി അംഗനവാടി ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ലഹരി നമ്മുടെ വിപത്ത് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ബോധവൽക്കരണ ക്ലാസ് നൽകി. കുട്ടികളിൽ ആരോഗ്യശീലം വളർത്തുന്നതിനും മാനസിക ഉല്ലാസത്തിനുമായി ഫുഡ് ഫെസ്റ്റ്, പഠന വിനോദയാത്രകൾ, പഴമയുടെ തനിമ വിളിച്ചോതുന്ന പുരാവസ്തു പ്രദർശനം തുടങ്ങിയ പരിപാടികൾ നമ്മുടെ സ്കൂളിൽ നടത്തുവാൻ സാധിച്ചു. ഇരവുചിറ ദേവാലയത്തിലെ മുൻ വികാരി റവറന്റ് ഫാദർ ടോം പുത്തൻകുളം സ്കൂൾ ഡേയോടനുബന്ധിച്ച് തിരുഹൃദയ പ്രതിഷ്ഠയും വെഞ്ചരിപ്പും നടത്തി. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും നമ്മുടെ നിയോജക മണ്ഡലം MLAയുമായിരുന്ന ബഹുമാനീയനായ ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക സമ്മേളനവും പുഷ്പാർച്ചനയും നടത്തി അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിച്ചു. കുട്ടികൾക്ക് നോട്ട്ബുക്കുകളും മറ്റ് അവശ്യ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്നതിനും പാഠപുസ്തകങ്ങൾ യഥാസമയം നൽകുന്നതിനുമായി ഒരു സ്റ്റേഷനറി യൂണിറ്റ് സിസ്റ്റർ ജോയലിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചു വരുന്നു. സ്നേഹപൂർവ്വം സിസ്റ്റർ സ്മിതയ്ക്ക് ജീവിതം സന്ദേശമാക്കി അനേകം മക്കൾക്ക് അറിവിന്റെ പൊൻവെളിച്ചം പകർന്നു നൽകി കർമ്മരംഗങ്ങളിൽ സ്നേഹചൈതന്യം പരത്തിയ സിസ്റ്റർ സ്മിതയ്ക്ക് യാത്രാമംഗളങ്ങൾ നേരുന്നു. 18 വർഷങ്ങൾ അധ്യാപികയായി നിസ്വാർത്ഥ ശുശ്രൂഷ ചെയ്ത ശേഷം തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന സിസ്റ്റർ സ്മിത ആത്മീയ, സാമൂഹിക, രാഷ്ട്രീയ രംഗങ്ങളിൽ നന്മയുടെ നറുമലരുകൾ വിരിയിച്ച അനേകം തലമുറകളെ വാർത്തെടുത്തു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുശ്രേഷ്ഠയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും കുട്ടികളുടെയും ആശംസകളും നന്ദിയും പ്രാർത്ഥനയും നേരുന്നു. നന്ദിയോടെ സെന്റ് ജോർജ് UP സ്കൂളിന്റെ സമഗ്രമായ ഉന്നമനത്തിന് ചുക്കാൻ പിടിക്കുകയും സ്കൂളിന്റെ ഭൗതിക വികസനത്തിന് മുൻതൂക്കം നൽകി എല്ലാ ക്ലാസ് മുറികളും വരാന്തയും ടൈലിട്ട് മനോഹരമാക്കുന്നതിന് സഹായിച്ച FCC ദേവമാതാ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറും ഈ സ്കൂളിന്റെ മാനേജറുമായ റവറന്റ് ഡോക്ടർ സിസ്റ്റർ ലിസ് മേരിക്കും, വിദ്യാഭ്യാസ കൗൺസിലർ റവറന്റ് സിസ്റ്റർ ലിൻഡായ്ക്കും, പ്രൊവിൻഷ്യൽ ടീമിനും ലോക്കൽ മാനേജർ റവറന്റ് സിസ്റ്റർ ജോയലിനും ഹെഡ് മിസ്റ്റർ സിസ്റ്റർ കരുണയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി. കാലാകാലങ്ങളായി പഞ്ചായത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും സഹായങ്ങൾക്കും നന്ദി. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും വാകത്താനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ശ്രീ ജോഷി ഫിലിപ്പ് വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പമുണ്ട്. ശ്രീ ജോഷി ഫിലിപ്പിന് ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പമുള്ള PTA പ്രസിഡന്റ്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, MPTA അംഗങ്ങൾ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ സോണി പീറ്റർ, ഓഫീസ് ജീവനക്കാർ, BRC അംഗങ്ങൾ, രക്ഷകർത്താക്കൾ, ഇരവുചിറ ഇടവക അംഗങ്ങൾ, നല്ലവരായ നാട്ടുകാർ, ഉപകാരികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, കുട്ടികൾക്കായി സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ സുമനസ്സുകൾ, മറ്റ് അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
ഇരവുചിറ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ വികാരി റവറൻ ഫാദർ ജെയിംസ് അത്തിക്കളം, മുൻ വികാരി റവറൻ ഫാദർ ടോം കുന്നുംപുറം എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു. സ്കൂൾ സ്റ്റേജിന്റെ മെയിൻ്റനൻസ് വർക്ക് പൂർത്തിയാക്കി മനോഹരമാക്കുന്നതിന് ഞങ്ങളെ സഹായിച്ച 1996 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും PTA-ക്കും ഹൃദയം നിറഞ്ഞ നന്ദി. വളരെ കാലം PTA പ്രസിഡന്റായിരുന്ന ശ്രീ PC ജേക്കബിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അധ്യാപന വൃത്തിയിൽ നിന്ന് ഔദ്യോഗികമായി വിരമിക്കുന്ന സ്നേഹനിധിയായ സിസ്റ്റർ സ്മിതയുടെ വിലയേറിയ സേവനങ്ങളെ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നൽകിയ ആരോഗ്യവും കഴിവുകളും അനേകർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് തുടർന്നും സിസ്റ്ററിന്റെ ജീവിതം ശോഭനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓർമ്മകളിൽ എന്നെന്നും നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രാരംഭകാലം മുതൽ നീണ്ട വർഷക്കാലം അധ്യാപികയായും സ്കൂളിന്റെ സമഗ്ര വികസനത്തിനായി അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്ത ആനിയമ്മയുടെ പാവന സ്മരണയ്ക്ക് മുൻപിൽ കൂപ്പുകൈകളോടെ പ്രണാമം. തന്റെ അനന്തപരിപാലനയുടെ കീഴിൽ സംരക്ഷിച്ച് നാളിതുവരെ ഞങ്ങളെ നടത്തിയ പരമകാരുണ്യവാനായ ദൈവത്തെയും സ്കൂളിന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിനെയും കൃതജ്ഞതാപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഏവരുടെയും അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു.